2025 വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോടുകൂടി വിതരണം ആരംഭിച്ചിരിക്കുന്നത്. 2024 കുടിശ്ശികയായിട്ടുള്ള 4 മാസത്തെ പെൻഷൻ തുക, അതായത് 6400 രൂപയുടെ കുടിശ്ശിക പെൻഷൻ തുക, അതിൽ 1 മാസത്തെ തുക ഈ ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ജനുവരി മാസത്തിലെ പെൻഷൻ, അതായത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ തന്നെ 4 മാസത്തെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവും കൂടി ചേർത്താണ് വിതരണം ചെയ്തത്. ബാക്കിയുള്ള 3 ഗഡു സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് അറിയിച്ചു. ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 3200 രൂപ വീതമാണ് പെൻഷൻ ലഭിച്ചത്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും. ഇപ്പോൾ ഒരുവിധം ആളുകൾക്ക്, ചില ആളുകൾക്കൊക്കെ 1600 രൂപ വീതം മാത്രമാണ് കയറിയിട്ടുള്ളത്. അവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ നിങ്ങളുടെ ബാക്കി തുകയായ 1600 രൂപ കൂടി എത്തിച്ചേരും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ വിഭാഗത്തിൽ നിരവധി ആളുകൾ അനർഹമായി കയറി പറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതുകൊണ്ട് കർശന പരിശോധനയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സർക്കാരിന് സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 30-നാണ്. ജനുവരി 30-നുള്ളിൽ തന്നെ എല്ലാ ആളുകളും കൃത്യമായി ഈ സാക്ഷ്യപത്രങ്ങൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ചെന്ന് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഒരാഴ്ചക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയാവുകയും അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ട് ചെല്ലണം. ഇത്രയും കാര്യങ്ങൾ എല്ലാ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ തുക ലഭിക്കുകയില്ല. 1600 രൂപ വീതം നിങ്ങൾക്ക് തുടർച്ചയായി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ മസ്റ്ററിംഗ് നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങളുടെ സമർപ്പണം സർക്കാരിന് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.